ചെയ്യാറുണ്ട്, ചെയ്യാറില്ല. നമ്മളിതെങ്ങനെ ഇംഗ്ലീഷിൽ പറയും? ഇന്നത്തെ വീഡിയോ അതേപ്പറ്റിയാണ്. നമുക്ക് തുടങ്ങാം. ആദ്യം ഞാനിവിടെ ചെയ്യുക എന്ന് എഴുതിയിട്ടുണ്ട്. ഇംഗ്ലീഷിൽ ചെയ്യുക എന്ന് മീൻ ചെയ്യാൻ വേണ്ടി നമുക്ക് യൂസ് ചെയ്യാവുന്നത് ടു ഡു ആണ്. സോ ഈ വാക്കാണ് നമ്മളുടെ ഇന്നത്തെ താരം. ചെയ്യാറുണ്ട് എന്ന് പറയാനും നമുക്ക് ഡു തന്നെ യൂസ് ചെയ്യാം. ഓക്കെ, ചെയ്യാറുണ്ട്. സോ എപ്പോഴും ഈ വാക്ക് ഓർത്തിരിക്കുക. ഇനി ചെയ്യാറില്ല എന്നാണെങ്കിലോ നമ്മൾ ഡൂവിൻ്റെ കൂടെ നോട്ട് ആഡ് ചെയ്യുക. നോട്ട് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അല്ലേ, ഇല്ല എന്നാണ്. സോ ഡു നോട്ട്. ഇനി ഈ ഡു നോട്ട് എപ്പോഴും നമ്മൾ ഇതുപോലെ തന്നെ എടുത്ത് പറയണോ? വേണമെന്നില്ല. ഡോണ്ട്. ഡു നോട്ടിനൊരു വീക്ക് ഫോം ഉണ്ട്. അത് ഇങ്ങനെയാണ് എഴുതുന്നത്, DON''T. ഡോണ്ട് പറയുമ്പോൾ ഡോണ്ട് എന്ന് പറഞ്ഞാൽ മതി. ഇനി ചെയ്യാറുണ്ടോ എന്ന് ചോദിക്കാനും നമ്മൾ ഡു തന്നെയാണ് യൂസ് ചെയ്യുന്നത്. പക്ഷെ ഇപ്പം എഴുതുന്ന സമയത്താണെങ്കിൽ ശ്രദ്ധിക്കുക, തുടക്കത്തിലാണ് നമ്മൾ എഴുതുക, അല്ലെങ്കിൽ തുടക്കത്തിലാണ് നമ്മൾ പറയുക. അതുകൊണ്ട് D ക്യാപിറ്റൽ ആയിരിക്കും. പിന്നെ എന്താണോ നമ്മൾ ചോദിക്കുന്നത് അതിനുശേഷം ക്വസ്റ്റ്യൻ മാർക്കും ഉണ്ടാവും. ഓക്കെ, സോ ചെയ്യാറുണ്ടോ, ചെയ്യാറില്ല, ചെയ്യാറുണ്ട് എന്നൊക്കെ പറയാൻ നമ്മൾ ഡു യൂസ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കി. ഈ ഡൂവിന് ഒരു പകരക്കാരൻ കൂടിയുണ്ട്. അതേതാണെന്ന് നോക്കാം. ഡസ്. കുറെയെങ്കിലും ആൾക്കാർ കേട്ടിട്ടുണ്ടാവും. പലരെയും കൺഫ്യൂഷനിലാക്കുന്ന ഒരു സംഭവമാണ് ഈ ഡു എവിടെയാണ് യൂസ് ചെയ്യേണ്ടത്, ഡസ് എവിടെയാണ് യൂസ് ചെയ്യേണ്ടത് എന്ന്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ അതും നോക്കുന്നുണ്ട്. സോ ഡൂവിൻ്റെ അതേ മീനിങ് ആണ് ഡസ്സിന്. അപ്പോൾ ചെയ്യാറുണ്ട് എന്ന് മീൻ ചെയ്യാൻ ഡു വരുന്നത് പോലെ തന്നെ നമുക്ക് ഡസ് യൂസ് ചെയ്യാം. ചെയ്യാറില്ല എന്ന് വരുമ്പോൾ ഡസ് നോട്ട് എന്ന് വരും. അപ്പൊ അതിന്റെ വീക്ക് ഫോം എങ്ങനെ വരും? ഡസൻറ്റ്. ഡോണ്ട് അല്ലെങ്കിൽ ഡസൻറ്റ്, രണ്ടിന്റെ മീനിങ് ചെയ്യാറില്ല എന്ന് തന്നെയാണ്. ഇനി ചെയ്യാറുണ്ടോ എന്ന് ചോദിക്കാൻ നമ്മൾ ആദ്യം ഡസ് ഇടുന്നു. ക്ലിയർ ആയില്ലേ? ഇനി നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് നോക്കാം. അപ്പോൾ കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് ക്ലിയർ ആവും. ആദ്യത്തെ സെന്റൻസ് നോക്കിക്കേ. ആര് ചെയ്യാറുണ്ടെന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്? ഞാൻ. ഞാൻ ഇംഗ്ലീഷിൽ എന്താണ് പറയുന്നത്? ഐ. ചെയ്യാറുണ്ട് ഡു. സോ ഞാൻ ചെയ്യാറുണ്ട്, ഐ ഡു. ഇനി നീ ചെയ്യാറുണ്ട്, യു ഡു. നീ, യു, നിങ്ങൾ, യു. രണ്ട് വന്നാലും നമുക്ക് യു തന്നെ യൂസ് ചെയ്യാം. ഇനി ഞങ്ങൾ ചെയ്യാറുണ്ട്. ഞങ്ങൾ അല്ലെങ്കിൽ നമ്മൾ രണ്ടിനും ഇംഗ്ലീഷിൽ വി എന്ന് തന്നെയാണ് പറയുന്നത്. സോ ഞങ്ങൾ ചെയ്യാറുണ്ട്, നമ്മൾ ചെയ്യാറുണ്ട്, വി ഡു. മൂവിങ് ഓൺ. അവർ ചെയ്യാറുണ്ട്. അവർ ഇംഗ്ലീഷിൽ ആരാണ്? ദേ. അവർ ചെയ്യാറുണ്ട്, ദേ ഡു. സോ ഇത് ഓർത്തിരിക്കുക. ഞാൻ ചെയ്യാറുണ്ട് എന്ന് പറയുമ്പം ഐ ഡു എന്നാണ് വരുന്നത്. നീ ചെയ്യാറുണ്ട്, യു ഡു എന്നാണ് വരുന്നത്. ഞങ്ങൾ അല്ലെങ്കിൽ നമ്മൾ ചെയ്യാറുണ്ട്, വി ഡു. അവർ ചെയ്യാറുണ്ട്, ദേ ഡു. ഇനി നമുക്ക് കൂടുതൽ എക്സാമ്പിൾസിലേക്ക് പോകാം. ഇവിടെയാണ് നമ്മൾ ഡസിന്റെ യൂസേജ് എങ്ങനെയാണ് എന്ന് പഠിക്കുന്നത്. സെന്റൻസ് ശ്രദ്ധിച്ചേ. അവൾ ചെയ്യാറുണ്ട്. അവൾ ഇംഗ്ലീഷിൽ എങ്ങനെയാണ്? ഷീ. അവൾ ചെയ്യാറുണ്ട്, ഞാൻ ചെയ്യാറുണ്ട്, ഐ ഡു ആണല്ലോ. അപ്പൊ അവൾ ചെയ്യാറുണ്ട്, ഷീ ഡു എന്ന് എഴുതിയാൽ കറക്റ്റ് ആണോ? അല്ല. ഷീ ഡസ്. ഷീ ഡസ്. ഷീ വരുമ്പോൾ നമ്മൾ ഡൂവിന് പകരം ഡസ് ആണ് യൂസ് ചെയ്യുന്നത്. സെയിം മീനിങ് തന്നെയാണ് കേട്ടോ. ഷീ വരുമ്പോൾ ഡസ് യൂസ് ചെയ്യുന്നു എന്നുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഇനി അടുത്തത് അവൻ. അവൻ ഇംഗ്ലീഷിൽ എന്താണ് പറയുന്നത്? ഹീ. അവൻ ചെയ്യാറുണ്ട്, ഹീ ഡസ്. സിമ്പിൾ അല്ലേ? ഇനി അത് ചെയ്യാറുണ്ട്. അത്, ഇത് എന്നൊക്കെ മീൻ ചെയ്യാൻ നമ്മൾ ഇംഗ്ലീഷിൽ യൂസ് ചെയ്യുന്നത് ഇറ്റ് ആണ് കേട്ടോ. ഇറ്റ് ചിലപ്പോൾ ഒരു ചെറിയ ആനിമൽസിനെയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഒബ്ജക്റ്റിനെയോ ഒക്കെ റെഫർ ചെയ്യുന്ന സമയത്ത് നമ്മൾ അത്, ഇത് എന്നൊക്കെ പറയില്ലേ. സോ യു ക്യാൻ യൂസ് ഇറ്റ്.
അത് ചെയ്യാറുണ്ട്. അത് വരുമ്പോഴും ഡു അല്ല, ഡു എഴുതിയാൽ തെറ്റാണ്. ഡസ്. ഇറ്റ് ഡസ്. മൂവിങ് ഓൺ. രാഹുൽ ചെയ്യാറുണ്ട്. ഇത്രയും നോക്കിയതിന്റെ ബേസിസിൽ രാഹുൽ ചെയ്യാറുണ്ട് എന്ന് വരുമ്പം ഡു വരുവോ ഡസ് വരുവോ ഒന്ന് ചിന്തിച്ച് നോക്കൂ. ഡെഫിനറ്റ് ആയിട്ടും ഡസ് ആണ് അവിടെ വരേണ്ടത്. രാഹുൽ എന്നുള്ളതിന് രാഹുൽ എന്ന് തന്നെയാണ് നമ്മൾ ഇംഗ്ലീഷിലും പറയുന്നത്. അതൊരു പേരാണല്ലോ, ഒരു വ്യക്തിയുടെ പേര്. സോ രാഹുൽ ഡസ്. ഇത് ക്ലിയർ ആയില്ലേ? ഇനി നമുക്ക് എങ്ങനെയാണ് നെഗറ്റീവായിട്ട് പറയുന്ന സമയത്ത് ഡൂം ഡസും യൂസ് ചെയ്യേണ്ടത് എന്ന് പഠിക്കാം. ആദ്യത്തെ സെന്റൻസ് നോക്കിക്കേ. അവൾ ചെയ്യാറില്ല. നമ്മൾ നേരത്തെ പറഞ്ഞു അവൾ ചെയ്യും എന്നുള്ളതിന് നമ്മൾ ഷീ ഡസ് ആണ് യൂസ് ചെയ്യേണ്ടത്. ചെയ്യാറില്ല എന്ന് മീൻ ചെയ്യണമെങ്കിൽ ഡസ് നോട്ട് അല്ലെങ്കിൽ ഡസൻറ്റ് എന്നാണ് നമ്മൾ എഴുതേണ്ടത്. അപ്പോൾ അവൻ ചെയ്യാറില്ലെങ്കിലോ ഒന്ന് ചിന്തിച്ച് നോക്കിക്കേ. ഹി. കറക്റ്റ്. ഡസൻറ്റ്. മൂവിങ് ഓൺ. അത് ചെയ്യാറില്ല. അത് ഇറ്റാണെങ്കിൽ ചെയ്യാറില്ല ഡസൻറ്റ് ആണ്. അടുത്തത് രാഹുൽ. രാഹുലും ഡസൻറ്റ് തന്നെയാണ് വരിക. അപ്പം നിങ്ങൾ വിചാരിക്കും ചെയ്യാറില്ല എന്ന് പറയാൻ നേരത്തെ ഡോണ്ട് പറഞ്ഞല്ലോ, പിന്നെന്താ ഈ എക്സാമ്പിൾസിലൊന്നും ഡോണ്ട് ഇല്ലാത്തത് എന്ന്. ഈ എക്സാമ്പിൾസ് എല്ലാം ഡസ് യൂസ് ചെയ്ത് നമ്മൾ എഴുതുന്ന എക്സാമ്പിൾസ് ആണ് തന്നിരിക്കുന്നത്. ഞാനിവിടെ അവന് പകരം ഞാൻ എന്നാണ് എഴുതിയെന്ന് വിചാരിക്കുക. ഞാൻ ചെയ്യാറില്ല എന്നായിരുന്നു ഈ സെന്റൻസ് എങ്കിൽ ഞാൻ ഡസൻറ്റ് വരില്ല, ഇൻസ്റ്റെഡ് ഡോണ്ട് ആണ് വരിക. ഓക്കെ. ഇനി അടുത്തത് അവൻ ചെയ്യാറില്ല എന്ന് പറഞ്ഞപ്പം ഹി ഡസൻറ്റ് വന്നു. ഈ അവൻ മാറ്റി ഞാൻ അവർ എന്നാക്കിയെന്ന് വിചാരിക്കുക. അവർ ഇംഗ്ലീഷിൽ എന്താണ്? ദേ. അവർ ചെയ്യാറില്ല എന്ന് വരുമ്പോഴോ ദേ ഡോണ്ട്. മൂവിങ് ഓൺ. അത് ചെയ്യാറില്ല എന്നുള്ളത് മാറ്റി ഞങ്ങൾ അല്ലെങ്കിൽ നമ്മൾ എന്നുള്ള മീനിങ് വരുന്ന വി ഇട്ടു എന്ന് വിചാരിക്കുക. ഞാനിവിടെ ഞങ്ങൾ എന്ന് മാത്രമേ എഴുതുന്നുള്ളൂ. നമ്മളിന്ന് മീനിങ് ഉണ്ടെന്ന് മനസ്സിലോർത്താൽ മതി. വി ഡോണ്ട്. ചെയ്യാറില്ല ഡോണ്ട്. വി ഡോണ്ട്. ഇനി ഈ ലാസ്റ്റത്തെ എക്സാമ്പിൾ നോക്കിക്കേ. ഇവിടെ ഇപ്പോൾ രാഹുൽ മാത്രമേ ഉള്ളൂ. രാഹുൽ മാത്രം ഉള്ളപ്പോൾ നമ്മൾ എന്താ യൂസ് ചെയ്തത്? ചെയ്യാറില്ല എന്ന് പറഞ്ഞെങ്കിൽ രാഹുൽ ഡസൻറ്റ് എന്നാണ് യൂസ് ചെയ്തത്. ഡസൻറ്റ് എന്ന് പറഞ്ഞാൽ ഡസ് നോട്ട് തന്നെയാണ് കേട്ടോ, അത് മറക്കരുത്. രാഹുലിന്റെ കൂടെ ഇങ്ങനെ ഒരാളെയും കൂടി ചേർത്തു എന്ന് വിചാരിക്കുക. അതായത് രാഹുലും ടീനയും. ഓക്കെ, രണ്ടുപേരുണ്ട്. അവർ രണ്ടുപേരും എന്തോ ഒരു കാര്യം ചെയ്യാറില്ല. എന്താന്ന് പറഞ്ഞിട്ടില്ല, പക്ഷെ ചെയ്യാറില്ല. അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നമ്മൾ ഈ രണ്ട് പേരെയും കൂടെ ഒന്നിച്ചായിട്ടാണ് നമ്മുടെ സബ്ജക്റ്റ് ആയിട്ട് കാണുന്നത്. രണ്ടുപേരും ഒന്നിച്ചില്ലേ, അപ്പൊ അത് പ്ലൂറൽ അല്ലേ? പ്ലൂറലിന്റെ ഒന്നും കൂടെ നമുക്ക് ഡസൻറ്റ് യൂസ് ചെയ്യാൻ പറ്റില്ല. ഇൻസ്റ്റെഡ് നമ്മൾ യൂസ് ചെയ്യേണ്ടത് ഡോണ്ട് ആണ്. രാഹുൽ ടീന ഒന്നിച്ച് കണക്കാക്കുന്നത് കൊണ്ടാണ് ഇവിടെ ഡോണ്ട് വന്നത്. ഇവിടെ വന്നപ്പോൾ രാഹുൽ ഒറ്റയ്ക്കേ ഉള്ളൂ, രാഹുൽ ഒരാളുടെ പേര് മാത്രമാണ്, അതുകൊണ്ട് ഡസൻറ്റ് വന്നു. അതുപോലെ ഹി, ഷീ, ഇറ്റ് എല്ലാത്തിൻ്റെയും കൂടെ ഡസ് ആണ് പോകുന്നത്. ഐ, വി, ദേ യൂസ് ചെയ്യുന്ന സമയത്ത് ചെയ്യാറുണ്ട്, ചെയ്യാറില്ല എന്ന് പറയാൻ ഡു ആൻഡ് ഡോണ്ട് ആണ് യൂസ് ചെയ്യേണ്ടത്. ഇനി നമുക്ക് ഈ ചെയ്യാറില്ല ചെയ്യാറുണ്ട് എന്നുള്ളത് എന്ത് ചെയ്യാറില്ല എന്ത് ചെയ്യാറുണ്ട് എന്നുള്ളത് കൂടെ ആഡ് ചെയ്ത് നോക്കുമ്പോൾ എങ്ങനെ സെന്റൻസ് വരുമെന്ന് കാണാം. അവൻ പാടാറില്ല. സോ ചെയ്യാറില്ല എന്നുള്ളതിന് നമുക്കറിയാം ഡോണ്ട് അല്ലെങ്കിൽ ഡസൻറ്റ് ആണ്. സോ ഇവിടെ ഇപ്പം ഞാൻ നിങ്ങൾക്ക് വിട്ടുതരാണ്, ഇതിലേതെങ്കിലും ഒരെണ്ണം ചൂസ് ചെയ്യണം. ആദ്യം നമ്മൾ അവൻ എന്താന്ന് ഇംഗ്ലീഷിൽ എഴുതുവാണ് ഹി. ഹീയുടെ കൂടെ ഡോണ്ട് ആണോ ഡസൻറ്റ് ആണോ ഒന്ന് ചിന്തിച്ച് നോക്കൂ. കറക്റ്റ്, ഇറ്റ് ഇസ് ഡസൻറ്റ്. ചെയ്യാറില്ല എന്ന് വരുമ്പോൾ ഡസൻറ്റ് ആണ്. ഓക്കെ. ഇനി പാടാറില്ല, പാടുക എന്നുള്ളതിൻ്റെ ആക്ഷൻ നമുക്കൊരു ക്ലിയർ ആയിട്ടുള്ളൊരു വാക്കുണ്ടല്ലേ ഇംഗ്ലീഷിൽ, അതെന്താണ്? സിങ്.
അവൻ പാടാറില്ല എന്നുള്ളതിന് ഹി ഡസൻറ്റ് സിങ് എന്നാണ് ഇംഗ്ലീഷിൽ പറയുക. സോ അവൻ പാടാറില്ല എന്ന് പറയാൻ ഇങ്ങനെ പറഞ്ഞാൽ മതി. അടുത്ത സെൻറ്റൻസ് നമുക്ക് നോക്കാം. ഇതേ സെൻറ്റൻസിൻ്റെ ഫോമാറ്റിലാണ് ഇതും കിടക്കുന്നത്. ഇവിടെ നമുക്ക് അവളാണുള്ളത്, അവൾ ഷീ ആണ്. സോ നമ്മൾ ഇവിടെ ചൂസ് ചെയ്തതുപോലെ തന്നെ ചെയ്യാറില്ല എന്നാണല്ലോ. അപ്പോൾ ഷീ ഡസൻറ്റ് എന്നാണ് വരേണ്ടത്. എന്താണ് ചെയ്യാത്തത്? വണ്ടി ഓടിക്കുക. വണ്ടി ഓടിക്കുക verb ഡ്രൈവ് ആണ്. ഷീ ഡസൻറ്റ് ഡ്രൈവ്. അവൾ വണ്ടി ഓടിക്കാറില്ല എന്ന് തന്നെയാണ് ഇതിൻ്റെ അർത്ഥം. വണ്ടി ഓടിക്കുക എന്ന പ്രവൃത്തി അവൾ ചെയ്യാറില്ല എന്നുള്ള മീനിങ് ആണ് കേട്ടോ അതിന് വരുന്നത്. അത് നമ്മൾ ഒന്നിച്ച് വണ്ടി ഓടിക്കാറില്ല, ഷീ ഡസൻറ്റ് ഡ്രൈവ് എന്നാണ് ഇവിടെ എഴുതുന്നത്. ഇനി അത് ഓടാറില്ല, അതെന്ന് ഉദ്ദേശിക്കുന്ന എന്തോ ഒരു വസ്തുവാണ്, മേ ബി ഒരു മെഷീൻ ആയിരിക്കാം അല്ലേ, അത് ഓടാറില്ല എന്ന് പറയുമ്പോൾ. സോ അത് ഇംഗ്ലീഷിൽ ഇറ്റാണ്. നമ്മൾ നേരത്തെ പറഞ്ഞു അത് ചെയ്യാറില്ല അല്ലെങ്കിൽ അത് ഇന്നൊരു ആക്ഷൻ ചെയ്യാറില്ല എന്ന് പറയാൻ നമ്മൾ ഡസൻറ്റ് ആണ് യൂസ് ചെയ്യുന്നത്. നമുക്ക് ഓടാറില്ല എന്നുള്ളതിൻ്റെ കറക്റ്റ് ട്രാൻസ്ലേഷൻ നോക്കിയാൽ റൺ ആണ് വരുന്നത്. പിന്നെ അത് ഉപയോഗശൂന്യമാണെന്നുള്ള രീതിയിൽ നമ്മൾ പറയത്തില്ല, അത് ഓടാറില്ല, അത് പോയി, അത് നശിച്ചു പോയി എന്നൊക്കെ പറയുന്ന സമയത്ത് നമുക്ക് ഇറ്റ് ഡസൻറ്റ് വർക്ക് എന്നാണ് പറയേണ്ടത്. ഓക്കെ, രണ്ടായാലും സാഹചര്യം അനുസരിച്ച് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് മറ്റു കുറച്ച് എക്സാമ്പിൾസ് നോക്കാം. അപ്പോൾ നമ്മൾ ഡോണ്ട് എങ്ങനെയാണ് യൂസ് ചെയ്യുന്നതെന്നും കൂടി പഠിക്കാം. ഇവിടെ ഞാൻ ഓർക്കാറില്ല എന്നാണ്. ഞാൻ്റെ കൂടെ എന്താണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്? ഡു. ഓർക്കാറില്ല, ഓർക്കുക എന്ന പ്രവൃത്തി ചെയ്യാറില്ല എന്നാണ് വരുന്നത്. സോ ഇറ്റ് ബിക്കംസ് ഡോണ്ട്. ഞാൻ എന്താണ്? ഐ ഡോണ്ട്. ഐ ഡോണ്ട് എന്ന് പറഞ്ഞാൽ ഞാൻ ചെയ്യാറില്ല എന്ന് മാത്രമേ വരുന്നുള്ളൂ. എന്താണ് ചെയ്യാത്തതെന്ന് ക്ലിയർ ആയിട്ട് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഓർക്കുക. ഞാൻ ഓർക്കാറില്ല, ഐ ഡോണ്ട് റിമെമ്പർ. ഓർക്കുക, റിമെമ്പർ. മറക്കുക ആയിരുന്നെങ്കിലോ? ഫൊഗെറ്റ്. ഞാനൊന്നും മറക്കാറില്ല, ഐ ഡോണ്ട് ഫൊഗെറ്റ് എന്ന് പറയാം. ഇത് മറക്കുകയാണ്, മറക്കുക. ഇനി അവർ കാണാറില്ല. കാണാറില്ല, കാണുക, സി. കാണാറില്ല, കാണുക എന്ന പ്രവൃത്തി ചെയ്യാറില്ല എന്ന് വരുമ്പോൾ അവരായതുകൊണ്ട് ഡോണ്ട്. ദേ ഡോണ്ട് സീ. ഇനി ഈ അവർക്ക് പകരം അവനോ അവളോ ഒക്കെ ആയിരുന്നെങ്കിലോ? ഷീ ഡസൻറ്റ് സീ, ഹീ ഡസൻറ്റ് സീ എന്ന് വന്നതിന്. ഇനി നമ്മൾ ചോദ്യങ്ങളാണ് ചോദിക്കാൻ പോകുന്നത്. ഓക്കെ, സോ ചോദ്യങ്ങൾ ചോദിക്കുന്ന സമയത്ത് ഞാൻ നേരത്തെ പറഞ്ഞു ഡു ആയാലും ഡസ് ആയാലും ആദ്യം വരും. ഇവിടെ അവൻ പാടാറുണ്ടോ എന്നാണ്. അപ്പോൾ ആദ്യം യൂസ് ചെയ്യേണ്ടത് ആരാണ്? അവനൊരു പ്രവൃത്തി ചെയ്യാറുണ്ടോ എന്ന് വരുമ്പം നമുക്ക് ഡസ് ആണ് യൂസ് ചെയ്യേണ്ടത്. അവൻ ചെയ്യുക, ഹി ഡസ് ആണ്. അപ്പം അവൻ ചെയ്യുമോ എന്ന് ചോദിക്കാൻ ഡസ് തന്നെയാണ് യൂസ് ചെയ്യേണ്ടത്. ഡസ് അവൻ ചെയ്യുമോ എന്നാണ് ഡസ് ഹി. അവൻ എന്തു ചെയ്യുമോ എന്നാണ്? പാടുമോ. സോ സിങ്. ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് ക്വസ്റ്റ്യൻ മാർക്ക്. ഡസ് ഹി സിങ്. അവൻ പാടാറുണ്ട്. അടുത്തത് കിരൺ ആണ്. നേരത്തെ രാഹുൽ ഒറ്റയ്ക്കായിരുന്നപ്പോൾ നമ്മൾ എന്താ യൂസ് ചെയ്തത്? ഡസ് ആണോ ഡു ആണോ? ഡസ് അല്ലേ. ഇനി ഈ ഡസ് ഇവിടെ ഇട്ടത് ശരിയാണോ? അല്ല, നമ്മൾ ഇവിടെയാണ് എഴുതുന്നത്. കാരണം ഇതൊരു ക്വസ്റ്റ്യൻ ആണ്. തുടക്കത്തിൽ തന്നെ നമ്മൾ ഡസ് യൂസ് ചെയ്യുക. ഡസ് ആര്? കിരൺ. കിരൺ ഒരാളുടെ പേരാണ് അല്ലേ. അതുകൊണ്ട് നമ്മൾ എഴുതുന്ന സമയത്ത് ക്യാപിറ്റൽ ആയിരിക്കും ഫസ്റ്റ് ലെറ്റർ യൂസ് ചെയ്യേണ്ടത്. ഡസ് കിരൺ പാചകം എന്ത് ചെയ്യാറുണ്ടോ എന്ന്? പാചകം ചെയ്യാറുണ്ടോ എന്നാണ്. ഡസ് കിരൺ കുക്ക്. പാചകം ചെയ്യാറുണ്ടോ? ഡസ് കുക്കാണ്. കിരൺ പാചകം ചെയ്യാറുണ്ടോ എന്നാണ് ചോദ്യം. അപ്പം ഡസ് കിരൺ കുക്ക്. അടുത്ത ക്വസ്റ്റ്യൻ, നീ വാങ്ങാറുണ്ടോ? നീ എന്ത് വാങ്ങാറുണ്ടോ എന്ന് ഒന്നും ഇവിടെ നമ്മൾ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടില്ല. പക്ഷെ അതെങ്ങനെയാണ് ചോദ്യം ചോദിക്കേണ്ടതെന്ന് പഠിക്കാം. നീ യു ആണ്. വാങ്ങാറുണ്ടോ? ബൈ. യു ബൈ എന്ന് വെച്ചാൽ ശരിയാവോ? ഇല്ല. സോ നമ്മൾ നീ അത് ചെയ്യാറുണ്ടോ, വാങ്ങുക എന്ന പ്രവൃത്തി നീ ചെയ്യാറുണ്ടോ, ചെയ്യാറുണ്ടോ എന്ന് വരുമ്പോൾ
ഡു ആണ് ആദ്യം വരിക, കാരണം ഇവിടെ നമ്മൾ യു ആണ് യൂസ് ചെയ്യുന്നത്. ഡു യു, ഇവിടെ യുവിനെ പറ്റിയാണ് പറയുന്നത്. ഓക്കെ, സോ ഡു യു ബൈ, നീ വാങ്ങാറുണ്ടോ? ഇനി അവർ കാണാറുണ്ടോ? അവർ എന്ന് വരുമ്പോൾ എന്താണ്? ദേ. അവർ കാണാറുണ്ടോ ക്വസ്റ്റ്യൻ ആണ്, അതുകൊണ്ട് ഡു ദേ വരണം. എന്താണ് ചെയ്യാറുണ്ടോ എന്ന് ചോദിക്കുന്നത്? സി. ഡു ദേ സി. ഇങ്ങനെയാണ് വരിക. അവൻ പാടാറില്ലേ? ഈ രീതിയിൽ നമ്മൾ ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട് അല്ലേ? അപ്പം അവൻ പാടാറുണ്ടോ എന്ന് ചോദിക്കുന്നത് നമ്മൾ എങ്ങനെയായിരുന്നു? ഡസ് ഹി സിംഗ്? അവൻ പാടാറുണ്ടോ? പാടാറില്ലേ എന്ന് വരുമ്പോൾ ഡസിന് പകരം നമ്മൾ ഡസൻറ്റ് ആണ് എഴുതേണ്ടത്. ഓക്കെ, ഡസൻറ്റ് ആരാണ്? ഹി. എന്താണ് ചെയ്യാറില്ലാത്തതെന്ന് ചോദിക്കുന്നത്? സിംഗ്. അവൻ പാടാറില്ലേ? അടുത്തത്, അവൾ വണ്ടി ഓടിക്കാറില്ലേ? അവൾ വണ്ടി ഓടിക്കാറുണ്ടോ? എങ്ങനെയാണ്? ഇതുപോലെ തന്നെ ഡസ് ഷീ ഡ്രൈവ്. അങ്ങനെയാണെങ്കിൽ അവൾ വണ്ടി ഓടിക്കാറില്ലേ എന്ന് എങ്ങനെയാകും? ഇത് ശ്രദ്ധിച്ചേ, അപ്പോൾ മനസ്സിലാകും. ഡസൻറ്റ് ആര്? ഷീ ഡ്രൈവ്. ഡസൻറ്റ് ഷീ ഡ്രൈവ്? അവൾ വണ്ടി ഓടിക്കാറില്ലേ? ഇനി നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാറുണ്ട് എന്നെങ്ങനെ പറയും എന്ന് നോക്കാം. ഇവിടെ രാഹുലും റെയ്നുവും ഫുട്ബോൾ കളിക്കാറുണ്ട് എന്നാണ്. രാഹുൽ നമ്മൾ നേരത്തെ കണ്ട അതേ ആൾ തന്നെയായിരിക്കണം. അദ്ദേഹത്തിനൊരു കൂട്ടുകാരിയെ കൂടെ കിട്ടിയിട്ടുണ്ട്, രാഹുൽ ആൻഡ് റെയ്നു. ഓക്കെ, ഇവർ രണ്ടുപേരുണ്ടല്ലേ, രാഹുൽ ആൻഡ് റെയ്നു. ഇവരെന്ത് ചെയ്യാറുണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്? ഫുട്ബോൾ കളിക്കാറുണ്ട്. സോ ഫുട്ബോൾ കളിക്കുക എന്നുള്ളതിന് നമ്മൾ ഇംഗ്ലീഷിൽ പ്ലേ തന്നെയാണ് ഇടുന്നത്. ഇനി ഇപ്പം നിങ്ങൾ ഓർക്കും, ഓക്കെ ഇവിടെ എന്താ നമ്മൾ ഡു എഴുതാത്തത്? ചെയ്യാറുണ്ട്, കളിക്കുക എന്ന് പറഞ്ഞ പ്രവൃത്തിയാണല്ലോ, അത് ചെയ്യാറുണ്ട് എന്ന് എടുത്തെഴുതണ്ടേ എന്ന് ചിന്തിക്കുന്നുണ്ടാവും. വേണ്ട, നമ്മളൊരു ആക്ഷൻ ചെയ്യാറുണ്ട് എന്നാണ് പറയുന്നതെങ്കിൽ ആ ആക്ഷൻ എന്താണോ അത് അതേപടി എഴുതിയാൽ മതി. ഇവിടെ രണ്ട് പേരുണ്ടല്ലേ, രാഹുലും റെയ്നും ഉണ്ട്, അതുകൊണ്ട് ആ ആക്ഷൻ അങ്ങനെ തന്നെ എഴുതിയാൽ മതി. രാഹുൽ ആൻഡ് റെയ്നു പ്ലേ ഫുട്ബോൾ. ഇനി ഇവിടെ ഞാൻ റെയ്നുവിനെ കട്ട് ചെയ്യാന്ന് വിചാരിക്കാം. ഓക്കെ, രാഹുൽ മാത്രമേ ഉള്ളൂ. രാഹുൽ ഒറ്റയ്ക്കാണ്, ഓർത്തോ, രാഹുൽ സിംഗുലർ ആണല്ലേ. സിംഗുലറിന് കൂടെ നമ്മൾ എങ്ങനെയാണ് സാധാരണ ചെയ്യാറുണ്ട് എന്ന് പറയുന്നത്? രാഹുൽ ചെയ്യാറുണ്ട് നമ്മൾ എങ്ങനെയാണ് പഠിച്ചത്? രാഹുൽ ഡസ് ആണ്. അപ്പൊ രാഹുൽ കളിക്കുക എന്നുള്ള പ്രവൃത്തി ചെയ്യാറുണ്ട് എന്നാണ് പറയേണ്ടത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? രാഹുൽ ഡസ് ആണല്ലേ, അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ രാഹുൽ കളിക്കാറുണ്ട് എന്ന് വരുമ്പോൾ രാഹുൽ പ്ലേസ് എന്ന് വരും. ഡസ് പ്ലസ് പ്ലേ എന്നുള്ള ഒരു രീതിയിൽ വരുന്നത് കൊണ്ടാണ് ഈ എസ് ഇവിടെ എക്സ്ട്രാ ആയിട്ട് വരുന്നത്. സോ ഈ സെന്റൻസ് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാം. രാഹുൽ പ്ലേസ്. എന്താണ് രാഹുൽ കളിക്കുന്നത്? ഫുട്ബോൾ. ഫുട്ബോൾ ആണ് രാഹുൽ കളിക്കാറുള്ളത്. സോ രാഹുൽ പ്ലേസ് ഫുട്ബോൾ. ഇനി നമുക്ക് വേറൊരു സാഹചര്യം നോക്കാം. ഈ രാഹുലിനെയും റെയ്നുവിനെയും കൂടി ഒന്നിച്ച് ഞാൻ ദേ എന്ന് വിളിക്കുകയാണ്. അവർ. അപ്പൊ ഈ സെന്റൻസ് എങ്ങനെയാകും? അവർ ഫുട്ബോൾ കളിക്കാറുണ്ട്. അവർ എന്ന് പറയുമ്പോഴും എന്താണ് വരിക? പ്ലേ തന്നെയാണ് വരിക. അവിടെ നമ്മൾ പ്ലേസ് നേടേണ്ട കാര്യമുണ്ടോ? ഇല്ല. കാരണം എന്താ? അവർ ചെയ്യാറുണ്ട്. എന്താണ്? ദേ ഡു. അപ്പൊ നമ്മൾ ആക്ഷൻ എന്താണോ അത് അങ്ങനെ തന്നെ ഇട്ടാൽ മതി. ദേ പ്ലേ എന്ത്? ഫുട്ബോൾ. ക്ലിയർ അല്ലേ? ഇനി നമുക്ക് അഗൈൻ രേണുവിനെ മാറ്റി നിർത്താം. രാഹുൽ മാത്രം. പക്ഷെ എനിക്ക് രാഹുലിനെ വിളിക്കണ്ട. ഇൻസ്റ്റെഡ് ഞാൻ ഹി എന്ന് വിളിക്കാൻ പോവാണ്. ഓക്കെ, രാഹുൽ എന്താണ്? ഹി. സോ ഹി, അവൻ.
അവൻ ഫുട്ബോൾ കളിക്കാറുണ്ട്. ഇതാണ് എനിക്ക് പറയേണ്ടത്. അത് ഞാൻ എങ്ങനെ പറയും? നേരത്തെ നമ്മൾ ഒറ്റയ്ക്ക് രാഹുലിനെ പറ്റി പറയുന്നപ്പോഴും നമ്മൾ പ്ലേസ് എന്നാണ് പറഞ്ഞത്. ഇവിടെ ഹി എന്ന് പറയുമ്പോഴും പ്ലേസ് എന്ന് തന്നെയാണ് വരേണ്ടത്. ഒരു എസ് അഡീഷണൽ ആയിട്ട് വരുന്നുണ്ട്. കാരണം ഡസ് വരുന്ന ഏതൊക്കെ വാക്കുകളാണോ അതിൻ്റെ കൂടെ വരുന്ന ആക്ഷൻ വേർഡുകളുടെ കൂടെ ഒരു എസ് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കണം. ഹി പ്ലേസ് എന്താണ് കളിക്കുന്നത്? ഫുട്ബോൾ. ഇനി നമുക്ക് അടുത്തൊരു എക്സാമ്പിൾ നോക്കാം. ഞാൻ ഫ്രഞ്ച് സംസാരിക്കും. ഈ സെന്റൻസ് നോക്കിക്കേ. ഞാൻ എന്നുള്ളത് നമ്മൾ എങ്ങനെയാ പറയുക? ഐ ഫ്രഞ്ച് സംസാരിക്കും. സ്പീക്ക് സംസാരിക്കുക എന്നുള്ള പ്രവൃത്തിയാണ്. അതുകൊണ്ട് സ്പീക്ക് എന്ത്? ഫ്രഞ്ച്. ഐ സ്പീക്ക് ഫ്രഞ്ച്. ഇനി ഈ ഞാൻ എന്നുള്ളത് നമുക്ക് മാറ്റി അവൻ എന്നാക്കാം. ഓക്കെ, അവൻ വരുമ്പോൾ എങ്ങനെ വരും? ഹി ആണ്. അപ്പം നമുക്ക് സ്പീക്കർ തന്നെ ഇടാൻ പറ്റുമോ? ഇല്ല. അവൻ ഫ്രഞ്ച് സംസാരിക്കും എന്നാണ് വരിക. സോ സ്പീക്സ് എന്ന് വരും. ഹി സ്പീക്സ് ഫ്രഞ്ച്. ഇവിടെ അവന് പകരം അവൾ എന്ന് വന്നാലും സ്പീക്സ് എന്ന് തന്നെയാണ് വരിക. ഇപ്പൊ ഇത്രയും എക്സാമ്പിൾസ് ക്ലിയർ ആയല്ലോ. ഡൂവിന്റെ ഡസിന്റെ വ്യത്യാസം മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഇതുപോലത്തെ ഒരുപാട് എക്സാമ്പിൾസ് ഡെയിലി ലൈഫിൽ പ്രാക്ടീസ് ചെയ്യുക. എങ്കിൽ മാത്രമേ നമ്മളിത് പഠിക്കുകയുള്ളൂ. സോ നെക്സ്റ്റ് സെഷനിൽ കാണുന്നത് വരേക്കും ബൈ.